ഈ ട്രാൻസ്ജെൻഡേഴ്സ് കൊട്ടാരക്കര വളരെ ഏറെ ഉണ്ട്. പക്ഷേ അവരുടെ ബുദ്ധിമുട്ടുകൾ പലരും ഫേസ് ചെയ്യുന്നതായിട്ട് പൊതുപ്രവർത്തകർക്കും നിയമ പരിപാലകർക്കുമൊക്കെ അറിയാവുന്ന വിഷയങ്ങളാണ്. പല പ്രാവശ്യങ്ങളും കൊട്ടാരക്കര ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ കൂട്ടുള്ള ചാനലുകൾ കൊണ്ടുവരികയും അത് ചർച്ചയ്ക്കാകുകയും ചെയ്തു. എന്നിരുന്നുകൊണ്ടും ഇത്തരക്കാരെ അത്ര രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം കൊട്ടാരക്കര കൊടുക്കുന്നതിനകത്തുള്ള പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അവർ വന്നത് ഇവിടെ റൂറൽ SP ഓഫീസ് ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട സമരവുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട. പക്ഷേ അവരുടെ സമരത്തിനകത്ത് അക്രമാസക്തമായപ്പോൾ ഇവർ പോകുന്നില്ല. ഇവർ വിവസ്ത്രരായി നിന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നിന്ന് വസ്ത്രമഴിച്ച് കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത്രയും വൾഗറായ രീതിയിലേക്ക് ആയിപ്പോയതുകൊണ്ടാണ് നമ്മളും എല്ലാവരും ഇടപെടേണ്ടി വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമരത്തിന് നമ്മളെതിരല്ല. പക്ഷേ പോലീസിനെ മർദ്ദിച്ചതും അതോടൊപ്പം തന്നെ വനിതാ പോലീസിനെ മർദ്ദിച്ചതുമായ പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടൽ വേണമെന്നുള്ളതുകൊണ്ടാണ് എല്ലാവരോടും ഒരുമിച്ച് നിന്ന് അവരെ ഇപ്പോൾ സ്റ്റേഷനിലോട്ട് മാറ്റിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സമരം ഇതിപ്പോൾ അവരുടെ ഒരു നേതാവ് വന്ന് അവരോട് സംസാരിക്കേണ്ട അവരുടെ അവകാശങ്ങൾ ചെയ്യുമെന്നുള്ളതല്ല. അവർ പോലീസിനെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യമായ ഘട്ടത്തിലാണ് ഇതുണ്ടായതെന്നുള്ളതാണ്.